കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നമസ്കാരം. വെട്ടം ടെലിവിഷൻ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുക്കപ്പെട്ടാൽ താനൂരിന്റെ വികസനത്തിന് പുതിയ മുഖം നൽകുമെന്ന് താനൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PK നവാസ് താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2 തവണ വിജയിച്ച താനൂരിന്റെ MLA സത്യത്തിൽ താനൂർ ജനതയെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. UDF സംസ്ഥാന നേതൃത്വം പുറത്തിറക്കിയ പ്രകടന പത്രികയുടെ ചുവടുപിടിച്ചുള്ള വികസന മുന്നേറ്റങ്ങൾക്കാണ് താനൂരിൽ നേതൃത്വം നൽകുക. ഇനിയും പരിഹരിക്കപ്പെടേണ്ട ഒട്ടേറെ അടിസ്ഥാന പ്രശ്നങ്ങൾ താനൂരിൽ നിലനിൽക്കുകയാണ്. 2 തവണ വിജയിച്ച താനൂരിന്റെ MLA സത്യത്തിൽ താനൂർ ജനതയെ കബളിപ്പിക്കുകയായിരുന്നു. തന്റേതായ ഇടപെടൽ മൂലം താനൂരിന് അനുയോജ്യമായ ഒരു നവീകരണ പദ്ധതിയും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. മോഹന വാഗ്ദാനങ്ങൾ നൽകി വിഡ്ഢികളാക്കി എന്നല്ലാതെ ഒരു പുതിയ പദ്ധതിക്കും തുടക്കം കുറിക്കാൻ ജില്ലയിലെ ഏക മന്ത്രിയായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ആയിട്ടില്ല എന്ന് താനൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PK നവാസ് താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പ്രധാനപ്പെട്ട പദ്ധതികൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ആരംഭിച്ച പ്രവർത്തനങ്ങൾ അത് 10 വർഷങ്ങൾക്ക് ഇപ്പുറവും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഉദാഹരണമായി പറഞ്ഞാൽ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗവൺമെൻറ് കോളേജ് നമ്മുടെ ഈ മണ്ഡലത്തിലേക്ക് അനുവദിക്കപ്പെട്ടു. 10 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോഴും പൂർണ്ണാർത്ഥത്തിൽ ആ കോളേജിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല. മാത്രമല്ല, ഫിഷിംഗ് ഹാർബർ അത് 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരംഭിച്ചു. പക്ഷേ ഇന്ന് പൂർണ്ണ ഉപയോഗത്തിന് സാധ്യമല്ലാത്ത വിധം, പ്രത്യേകിച്ച് ആ പരിസരങ്ങളിൽ ഒന്നാകെ മൂക്ക് പൊത്തി പിടിച്ച് നടക്കേണ്ട മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ കൃത്യമായി ഇല്ലാത്ത, മത്സ്യബന്ധന സമൂഹത്തിന് പൂർണ്ണമായി ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് 10 വർഷങ്ങൾക്ക് ഇപ്പുറം ഫിഷിംഗ് ഹാർബർ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കുടിവെള്ള പദ്ധതി, പഞ്ചായത്തുകളുടെ പദ്ധതികളൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കുടിവെള്ള പദ്ധതി ആരംഭിച്ച് 10 വർഷങ്ങൾക്കിപ്പുറം ആ കുടിവെള്ള പദ്ധതി വഴി ഒരു തുള്ളി വെള്ളം കിട്ടിയ ഒരു വീട്ടുകാരനും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഇല്ലാത്ത വിധം നമ്മളിന്ന് അന്യമായി നിൽക്കുകയാണ്. അങ്ങനെ എല്ലായിടത്തും കനാലിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് 10 വർഷങ്ങൾക്ക് മുൻപ് UDFന്റെ MLA ഇരിക്കുന്ന ഘട്ടത്തിൽ ആരംഭിച്ച ഒരു പദ്ധതി നീണ്ട 10 വർഷമായി ഇപ്പോൾ അത് സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ നിയോജക മണ്ഡലത്തിൽ ആരംഭിക്കപ്പെട്ട പദ്ധതികൾ മുഴുവൻ നിലവിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ളത്. അതോടൊപ്പം പുതിയ നവീനമായ ആശയങ്ങളോ പദ്ധതികളോ രൂപീകരിക്കാൻ പോലും ഈ നിയോജക മണ്ഡലത്തിനകത്ത് ഇടത് ജനപ്രതിനിധികൾക്ക് സാധ്യമായിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തിരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം നിങ്ങൾക്കറിയാം, കേരളം കഴിഞ്ഞ 10 വർഷക്കാലമായി ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് ഭരിക്കുകയാണ്. കേരളത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിച്ച തുടർഭരണം, ആ തുടർഭരണത്തിൻ്റെ കാരണമായി വന്നിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന കൊറോണ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ, അനിതര സാധാരണമായ ഒരു സാഹചര്യത്തിലാണ് തുടർഭരണം ഈ ഗവൺമെൻറ് ലഭ്യമാകുന്നത്. യഥാർത്ഥത്തിൽ അത് ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ് നിലവിൽ ജനങ്ങളെ ജീവിക്കാൻ കഴിയാത്ത വിധം പൊറുതിമുട്ടിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ സർക്കാരിനെതിരെയുള്ള ഒരു വിലയിരുത്തലും ഈ നിയോജകമണ്ഡലത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസനങ്ങളോടുള്ള ജനപ്രതിനിധിയുടെ മുഖം തിരിഞ്ഞു നിൽക്കലും, ഈ 2 കാര്യങ്ങൾ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉടനീളം ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷകത്ത് താനൂർ ഫിഷിംഗ് ഹാർബറിനെ മാറ്റിയെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് അതിനനുയോജ്യമായ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ UDF നേതാക്കളായ KN മുത്തുക്കോയത്തങ്ങൾ, P രത്നാകരൻ, MP അഷ്റഫ്, C ജയശങ്കരൻ, നൂഹ് കരിങ്കപ്പാറ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, താനൂർ. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.